ചില രുചികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ നാവിൽ മാത്രം നിൽക്കില്ല, മനസ്സിലേക്കും പതിഞ്ഞു പോകും. വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു മണവും ഒരു രുചിയും നമ്മളെ പെട്ടെന്ന് ബാല്യത്തിലേക്ക് കൊണ്ടുപോകും. അടുക്കളയിൽ നിന്ന് ഉയരുന്ന ആവി, കടുക് പൊട്ടുന്ന ശബ്ദം, തേങ്ങ ചിരകുന്ന താളം, ചട്ടിയിലേക്ക് ഒഴുകുന്ന എണ്ണയുടെ മൃദുവായ സംഗീതം, അതൊക്കെ വെറും പാചകത്തിന്റെ ഭാഗമല്ല, ഒരു വീടിന്റെ ഹൃദയമിടിപ്പാണ്. പണ്ടൊക്കെ അടുക്കള ഒരു മുറി മാത്രമായിരുന്നില്ല, വീട്ടിലെ ഏറ്റവും ചൂടുള്ള സ്നേഹം സൂക്ഷിച്ചിരുന്ന ഇടമായിരുന്നു അത്. അമ്മയുടെ കൈകളിൽ നിന്ന് പിറന്ന ഓരോ വിഭവവും വിശപ്പ് മാറ്റാൻ മാത്രമല്ല, സ്നേഹം വിളമ്പാനുമായിരുന്നു. സ്കൂളിൽ നിന്ന് ഓടിയെത്തുന്ന സായാഹ്നങ്ങൾ, അടുക്കളവാതിൽ തുറക്കുമ്പോൾ മുകളിലേക്കെത്തുന്ന ആ പരിചിതമായ മണം, കൈ കഴുകി വാ, ഭക്ഷണം റെഡിയാണ് എന്നുള്ള വിളി. ആ നിമിഷങ്ങൾ ഇന്ന് ഓർമ്മകളിലെ ഏറ്റവും മധുരമുള്ള അധ്യായങ്ങളായി മാറിയിരിക്കുന്നു. കാലം മാറി, ജീവിതത്തിന്റെ വേഗവും മാറി. ഇന്ന് ഭക്ഷണം പലപ്പോഴും ഒരാവശ്യം മാത്രമാണ്. പക്ഷേ ചില വിഭവങ്ങൾ ഇന്നും നമ്മളെ ഒന്ന് നിർത്തി പഴയ ദിവസങ്ങളെ ഓർക്കാൻ പഠിപ്പിക്കുന്നു. ഓരോ പച്ചക്കറി അരിയുമ്പോഴും, ഓരോ മസാലയും ചേർക്കുമ്പോഴും, ഓരോ തീയും കത്തുമ്പോഴും ഓരോ കഥ പിറക്കുന്നു. ആ കഥയുടെ ഭാഷ രുചിയാണ്. അതിന് അതിരുകളില്ല, പ്രായമില്ല. നമ്മൾ പാചകം ചെയ്യുന്നത് ഒരു റെസിപ്പി മാത്രമല്ല, ഒരു ഓർമ്മയും ഒരു പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒരു സ്നേഹവുമാണ്. ഇന്ന് ഈ വിഭവം തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ആരുടെയെങ്കിലും ഓർമ്മകൾ ഉണർന്നേക്കാം. ഒരുപക്ഷെ അമ്മയുടേത്, അമ്മുമ്മയുടേത്, അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിയ മറ്റാരുടെയെങ്കിലും. ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി മസാലകളിൽ മാത്രമല്ല, അതുണ്ടാക്കുന്ന കൈകളിലും കാത്തിരിക്കുന്ന മനസ്സുകളിലും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന നിമിഷങ്ങളിലുമാണ്. ഈ ചെറിയ അടുക്കളയിൽ നിന്ന് പിറക്കുന്ന ഓരോ വിഭവവും നിങ്ങളുടെ വീട്ടിലേക്കും കുറച്ച് സന്തോഷവും സമാധാനവും പഴയ ഓർമ്മകളുടെ മധുരവും കൊണ്ടെത്തട്ടെ. കാരണം ചില രുചികൾ ഒരിക്കലും പഴകില്ല, ചില ഓർമ്മകൾ ഒരിക്കലും മങ്ങിപ്പോകില്ല. സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരിക്കലും കാലഹരണപ്പെടുകയുമില്ല. ചില വീടുകൾ ഓർമ്മയിൽ നിലനിൽക്കുന്നത് അവയുടെ ചുമരുകൾ കൊണ്ടല്ല, അവിടെയുണ്ടായിരുന്ന മണങ്ങൾ കൊണ്ടാണ്. മഴ പെയ്യുന്ന ഒരു സായാഹ്നത്തിൽ അടുക്കളയിൽ നിന്നും ഉയരുന്ന ചൂടുള്ള ആവിയുടെ മണം, പുതുതായി വറുത്ത മസാലയുടെ സുഗന്ധം, പാകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗന്ധം, അതൊക്കെയാണ് ഒരു വീടിനെ വീടാക്കുന്നത്. ജീവിതത്തിൽ എത്ര ദൂരം യാത്ര ചെയ്താലും, എത്ര പുതിയ രുചികൾ തേടിയാലും മനസ്സ് തിരികെ അന്വേഷിക്കുന്നത് ആ പഴയ അടുക്കളയാണ്. കാരണം അവിടെ വിശപ്പിനേക്കാൾ കൂടുതൽ വിളമ്പിയിരുന്നത് സ്നേഹമായിരുന്നു. പണ്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു ജോലിയായിരുന്നില്ല, അത് കുടുംബത്തെ ഒന്നിച്ചിരുത്തുന്ന ഒരു ആഘോഷമായിരുന്നു. ഒരാൾ തേങ്ങ ചിരകും, മറ്റൊരാൾ പച്ചക്കറി അരിയും, ആരോ അടുപ്പിലെ തീ നോക്കും. അങ്ങനെ ഓരോ കൈയും ചേർന്നപ്പോൾ ഒരു വിഭവം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ കഥയായിരുന്നു പാകം ചെയ്തിരുന്നത്. ആ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചിരുന്ന ചെറിയ ചെറിയ വിശേഷങ്ങൾ, സ്കൂളിലെ കഥകൾ, നാട്ടിലെ വാർത്തകൾ, ചിരികളും കളിയാക്കലുകളും, അവയ്ക്കെല്ലാം സാക്ഷിയായിരുന്നത് ആ സാധാരണ ഭക്ഷണമായിരുന്നു. ഇന്ന് സമയം കുറവാണ്, ജീവിതം വേഗത്തിലാണ്. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല, സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വില. ഓരോ വിഭവത്തിനും ഓരോ ഓർമ്മ ഒളിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഒരു ഉത്സവത്തിന്റെ ഓർമ്മ, ചിലപ്പോൾ ഒരു അവധിക്കാലത്തിന്റെ ഓർമ്മ, ചിലപ്പോൾ ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ആരുടെയെങ്കിലും സ്നേഹത്തിന്റെ ഓർമ്മ. പാചകം ചെയ്യുന്നത് വെറും ചേരുവകൾ ഒന്നിച്ച് ചേർക്കുന്നതല്ല, അത് ക്ഷമയും കരുതലും ഓർമ്മകളും ചേർത്ത് ഒരു കഥ പറയുന്ന കലയാണ്. ആ കഥയുടെ അവസാന വരി എപ്പോഴും ഒരു പുഞ്ചിരിയായിരിക്കും.